എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ് മലേഷ്യയിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞങ്ങളിപ്പോൾ നേരെ ലുലുവിലോട്ട് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ അവിടെ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ ദോശയും അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ ഉണ്ടാക്കണ കല്ലുമൊക്കെ കണ്ടു. അപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ തന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ നടന്നില്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ബ്രിസ്റ്റോ എന്നോ മറ്റാണ് പേര്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ലുലു എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള JB ബ്രിസ്റ്റോ എന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉള്ളിലിരുന്ന് കഴിക്കാനും പുറത്തിരുന്ന് കഴിക്കാനും ഉള്ള ഫെസിലിറ്റി ഉണ്ട്. ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. ഞങ്ങൾ 4 പേരും ഇഡ്ഡലിയാണ് കഴിച്ചത്. ഈ ടേ ആണ് ഇവിടുത്തെ ടീ, അതായത് ചായ. അതെന്ത് കണക്കിനാണ് അവർ TEH എന്ന് പറയണതെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് ഇവിടെ കണ്ടിരുന്നു. ലാസ്റ്റ് വൺ TC മസാല, അതായത് മസാല ചായക്കാണ് അത് പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് KL ടവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെട്രോണാസ് ട്വിൻ ടവർ കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഐക്കോണിക് സ്പോട്ടാണ് KL ടവർ. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 7ാമത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ്. അതായത് മൊബൈൽ ഫോൺസ്, പിന്നെ റേഡിയോ, TV, ഇന്റർനെറ്റ് പോലെയുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയുള്ള ആന്റിനാസും വേറെ എക്യുപ്മെന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനാണ് ഇതുപോലെയുള്ള ടവേഴ്സ് ഉള്ളത്. അതായത് വിശാലമായിട്ടുള്ള സ്ഥലത്തൊക്കെ സിഗ്നൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ടവർ ഉള്ളത്. ഇവിടെ വന്നാൽ നമുക്ക് ക്വാലലംപൂർ സിറ്റിയുടെ 360 ഡിഗ്രിയിലുള്ള പനോരമിക് വ്യൂ കിട്ടും. ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻട്രി വളരെ ഈസി ആയിരുന്നു. ഇതാണ് KL ടവർ. നമ്മുടെ റൂമിൽ നിന്ന്, അതായത് നമ്മുടെ ഹോട്ടലിൻ്റെ ടെറസിൽ പോയി കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് അടുത്തുനിന്ന് കാണാമായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് അവർ, ഇതാണ് അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഏകദേശം ഈ ഒരു പോയിന്റിലായിട്ട് ഒബ്സർവേഷൻ ഡെക്കും, പിന്നെ ഇവിടെ സ്കൈ ഡെക്ക് ആൻഡ് സ്കൈ ബോക്സും ആണ്. ഇതാണ് ഫുൾ ടവർ. ഈ താഴെ ഇട്ടിട്ടുള്ള ടൈൽസ് ഇറാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പോണത് സ്കൈ ഡെക്കിലോട്ടാണ്. അവിടെയാണ് സ്കൈ ബോക്സ് ഉള്ളത്. സ്കൈ ഡെക്ക് എന്ന് പറഞ്ഞാൽ ദേ ഇതുപോലെ നിന്ന് നമുക്ക് സിറ്റിയുടെ 360 ഡിഗ്രിയിലുള്ള വ്യൂ കാണാം. സ്കൈ ബോക്സ് എന്താന്ന് വെച്ചാൽ ഈ KL ടവർ ഒരു സർക്കുലർ ഷേപ്പ് ആണല്ലോ. ടവറിന്ന് കുറച്ച് തള്ളിയ പോലെ ഉണ്ടാക്കിയ ഒരു ഗ്ലാസ് ബോക്സ് ആണ്. അതിന്റെ താഴെയും മേലെയും ഒക്കെ ഗ്ലാസ് ആണ്. ഈ സർക്കുലർ ഷേപ്പിന്റെ 2 സൈഡും ഓരോ സ്കൈ ബോക്സ് ഉണ്ട്. ഗ്ലാസ്സിൽ നിന്ന് താഴെ നോക്കി വ്യൂ ആസ്വദിക്കാം. പെട്രോണാസിൽ നിന്നപ്പോൾ പോലും ഇത്രയും വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ബിൽഡിങ്ങിനകത്തായതുകൊണ്ട്. ഇതിപ്പോൾ പുറത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ വൈഡായിട്ട് കാണാം. ഇപ്പോൾ ഇതാ ഞങ്ങൾ നേരെ സ്കൈ ബോക്സിലേക്ക് പോവുകയാണ്. ഇതാണ് 1ാമത്തെ സ്കൈ ബോക്സ്. ഇവിടെയാണ് നമ്മൾ പോയി നിൽക്കേണ്ടത്. പോവാണോ? ഓക്കെ, പോവോ? പോട്ടെ. നോക്കട്ടെ. അയ്യോ അയ്യോ, വാ വാ വാ, അങ്ങനെ പറയല്ലേ. അമ്മേ, നിങ്ങൾ കയറിയിട്ടാണ് എനിക്ക് കയറണമെങ്കിൽ. നിങ്ങളുടെയൊക്കെ ഞാൻ അങ്ങോട്ട് നോക്കണേ ഇല്ല. അയ്യോ ഏട്ടാ, എനിക്ക് പേടിയാണ്. എന്റെ കയ്യില് പിടിക്കേ. എനിക്ക് പേടിയാണോ? എനിക്ക് പേടിയാണോ? ഏട്ടാ ഇളക്കല്ല ഏട്ടാ. ഓ മൈ ഗോഡ്, എന്റെ കാല് ഇവിടെ വരെ. എനിക്ക് പിന്നെ അവയ്ക്ക് ഇത്രക്ക് ധൈര്യമുണ്ട്. ഓക്കെ, ഞാൻ നോക്കൂല. നിങ്ങൾ വന്നിന്ന് നോക്ക്. എനിക്ക് അതിനുള്ള ധൈര്യമില്ല.
നമ്മളിവിടെ എത്തി, ഇവിടെ എത്തി. നമുക്ക് ഈ ഒരു ഗ്ലാസ്സില് നിൽക്കാനായിട്ട് 45 സെക്കൻഡ്സ് ആണ് തരിക. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ ദൂരെ നിന്ന് എടുക്കണേ, കാരണം നമ്മുടെ ടൈം കഴിഞ്ഞു. നല്ല പേടിയായി. ഓ, ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? വരാത്ത ആളാണ് വാവ് എന്ന് പറയണേ. അങ്ങനെ ഒരു സൈഡിലുള്ള നമ്മൾ അത് കണ്ടു, സ്കൈ ബോക്സ് കണ്ടു താഴേക്കുള്ളത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഇനി ഒരു സ്കൈ ബോക്സും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി നിന്ന് അതിന്റെ വ്യൂ നോക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെയാണ് നിക്കുക. ഇവിടെ നിന്നിട്ട് താഴേക്ക് നമ്മൾ നോക്കും. നമുക്ക് ഇനി ധൈര്യത്തിൽ പോവാല്ലേ. ആദ്യം ഒന്നിന് കുറച്ച് ധൈര്യക്കുറവുണ്ടായിരുന്നു. ആർക്ക്? അയ്യോടാ, രണ്ടുപേർക്കും നല്ല ധൈര്യക്കുറവുണ്ട്. ഇനി അടുത്തതിൽ കുറച്ചും കൂടെ ധൈര്യം സംഭരിച്ചിട്ടുണ്ട്. അമ്മ എന്താ വരാതിരുന്നേ? എന്താ വന്നില്ല? പറയൂ, എന്താ വന്നില്ല? അവിടെ പേടിയുള്ള ആളാണ്. അവിടുന്ന് ധൈര്യം വരണ്ടായിരുന്നു. സൂപ്പറാ, നോക്കുമ്പോ ലിറ്റിൽ സ്കാരി. സോ ഓ, ഇതത്ര ഇല്ല അമ്മേ, ഇതത്ര ഇല്ല. ഇല്ല, അത് അത്ര ദൂരം ഇല്ല. ഇത് അത്ര ദൂരം ഇല്ല. കണ്ടോ, എന്റെ പേടി കണ്ട, ഏട്ടന് പേടിയുണ്ട്. അതാണ് ഇവിടെ വരാത്ത. ഇവിടെ നിൽക്കുക, എന്റെ അടുത്ത് നിൽക്കണ്ട. കണ്ടാ, എനിക്ക് വന്നോ താഴേക്ക് നോക്കണ്ട. ഇവിടെ ഇത് അധികം ദൂരമില്ല, ഇത് ചെറുതാ. മറ്റേത് നല്ല നീളം ഉണ്ടായിരുന്നു, അതായിരുന്നു പേടി. എന്താ പ്രശ്നം? സൈഡിലൊന്ന് ഇതത്ര ഇല്ല, ഇത് ദൂരം കുറവാണ് കേട്ടോ. ഇതൊരു പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങള് രണ്ടാമത്തെ ഇതും കഴിഞ്ഞു. രണ്ടാമത്തേത് അത്ര വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ ആയിരുന്നു കുറച്ചും കൂടെ പേടി. ഭയങ്കര ആദ്യത്തെ ആയിരുന്നു. പിന്നെ നല്ലോണം ഡിസ്റ്റൻസ് ഇങ്ങനെ നമുക്ക് കാണായിരുന്നു ആ ഗ്ലാസ്സിൽ. അങ്ങനെ ഇപ്പം നമ്മൾ മറ്റേ സൈഡ് എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ ഇതാണ് ഈ പ്ലാറ്റിനം എഴുതിയിരിക്കുന്നതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇതാണ് അവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. ഞങ്ങൾ താഴേക്ക് വന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഒബ്സർവേഷൻ ഡെക്കാണ്. കണ്ടോ, സെയിം വ്യൂ ആണ്. ഇൻഡോർ ആയിട്ടുള്ളൊരു സ്പേസ്. ഒബ്സർവേഷൻ ഡെക്ക് കണ്ടോ. ആരെൻ്റെ തലയിൽ വന്ന് അടിക്കുന്നേ? എൻ്റെ തല. നോ, മൈ സ്കൾ. എന്നെ കൊണ്ട് പറ്റുമോ? ജിം. ഒബ്സർവേഷൻ ഡെക്കിൻ്റെ അവിടെ ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെ നമുക്ക് സോവനീർസ് വേണമെങ്കിൽ വാങ്ങാം. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയി. കാരണം ഇതിലുള്ള 2 ടവറിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഒന്ന് കസാഖ്സ്ഥാനിലും ഇനി ഒന്ന് ഉസ്ബെക്കിസ്ഥാനിലും ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് എടുത്തു. അതായത് മേലെ ഓപ്പൺ ആയിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യണത്. അതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം സിറ്റി ടൂർ ഇതിലിരുന്നിട്ട് തന്നെ ചെയ്യാം. ഇത് ഞങ്ങൾ 3 പേർക്കും ഏട്ടൻ തന്നൊരു സർപ്രൈസ് ആയിരുന്നു. ഒരുപാട് തവണ ദുബായിൽ റോഡുകളിൽ ഇങ്ങനത്തെ വണ്ടി കണ്ടിട്ടുണ്ട്, പക്ഷെ ട്രൈ ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ ദുബായിൽ പോയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വേറെ രാജ്യങ്ങളിലൊക്കെ പോണ സമയത്ത്
ഇതുപോലെ കാണാറുണ്ടെങ്കിലും നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കാനോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഏട്ടൻ എന്നെ സർപ്രൈസ് തന്നാണ് ഇങ്ങനൊരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഇതുവരെ നമ്മൾ ദൂരം നിന്ന് എപ്പോഴും കാണുന്നതല്ലേ ഉള്ളൂ. ടൂറിസ്റ്റൊക്കെ ഇങ്ങനെ ഡബിൾ ഡെക്കർ ബസ്സിലിരിക്കും, അതുപോലെ എസ്പെഷ്യലി ഇതുപോലെയുള്ള ഓപ്പൺ ബസ്സിലൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്യും. അപ്പോൾ അതാ ഇന്ന് ആ ഒരു ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ്. നല്ല വെയിലാണ്. ഉള്ളിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ താഴെ ഫുൾ AC, മേലെ ബസ്സിൻ്റെ പകുതി വരെ ഇതുപോലെ ഓപ്പൺ സ്പേസ് ആണ്. അതിൻ്റെ ബാക്കിൽ ഉള്ള കമ്പാർട്ട്മെൻറ്റിൽ AC ആണ്. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാലാണ് ഇവിടെ ഇരുന്നാൽ കറക്റ്റ് ആവുക. അമ്മേ പറയൂ, ഈ ബസ്സിലുള്ള യാത്ര ഇഷ്ടപ്പെട്ടോ? വളരെ നല്ലതാണ്. അവർക്ക് പറയും മുകളിൽ നിന്ന് മലേഷ്യയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല യാത്രയാണ്, നല്ല കാറ്റ്, നല്ല നല്ല വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം, നല്ല വ്യൂസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഈ ബസ് റൂട്ടിന്റെ മാപ്പ്. അപ്പൊ ഈ മാപ്പ് അനുസരിച്ചിട്ടാണ് ബസ് മൂവ് ചെയ്യുക. നമുക്ക് എവിടെയാ വെച്ച് കഴിഞ്ഞാൽ കയറാം, അവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള അവിടെ ഇറങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്നാണ് കയറിയത്, പോയിന്റ് നമ്പർ 8 കയറി, എന്നിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. അതിനുശേഷം ഒരു ബസ് ഒരു സ്ഥലത്ത് നിന്ന് മാറി ജസ്റ്റ് ഇന്റർചേഞ്ച് മാത്രം ചെയ്തു, വേറെ എവിടെയും ഞങ്ങൾ കറങ്ങിയൊന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. ആദ്യം ഞാൻ മാത്രമായിരുന്നു പുറത്ത് ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മയും ഏട്ടനും വന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പപ്പയും വന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും പുറത്ത് തന്നെയായിരുന്നു. കുറേ ടൈം ചെല്ലും തോറും വൈകുന്നേരം ആവും തോറും തണുപ്പും ഭയങ്കര കാറ്റുമായിരുന്നു. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. ഞങ്ങൾ അങ്ങനെ ലിറ്റിൽ ഇന്ത്യയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ലിറ്റിൽ ഇന്ത്യ. ഇവിടെയാണ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഇന്ത്യൻ റിലേറ്റഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഇത് ബുഫേ അല്ല, നമുക്ക് വേണ്ട ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ പ്ലേറ്റിൽ അത് ഇട്ട് തരും. വെജും നോൺ വെജും ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എത്ര സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും എനിക്ക് നാട്ടിലെ ടേസ്റ്റ് മലേഷ്യയിൽ എവിടെ വന്നിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. ലഞ്ച് കഴിഞ്ഞതും അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് നേരെ ചൈനീസ് ടെമ്പിളിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ചൈനീസ് ടെമ്പിളിൻ്റെ ഫുൾ വ്യൂ. ഈ സ്റ്റെപ്പിലൂടെ മേലെ കയറി പോയി കഴിഞ്ഞാലാണ് നെക്സ്റ്റ് ലെവൽ. അവിടെയാണ് ശരിക്കത്തെ അമ്പലമുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ താഴെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഭയങ്കര ക്വയറ്റാണ്. ശരിക്കും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും എനിക്ക് ഈ ഒരു സ്പേസിൽ വെക്കാൻ തോന്നുന്നില്ല. ഇവിടുത്തെ ആംബിയൻസ് വീഡിയോയിൽ എത്രത്തോളം എനിക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ഫീല് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. പുറത്ത് മഴ പെയ്യായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും അതേപോലെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനും കുറച്ച് ടൈം കിട്ടി. ഇപ്പോൾ ഇതാ മഴ ഏകദേശം പോയി. അതുവരെ നമ്മൾ ഈ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യായി അടുത്ത സ്ഥലത്തോട്ട് പോവും. മെഴുകുതിരിയാണിത്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെയുള്ള ചൈനീസ് ടെമ്പിളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്വയറ്റായിരിക്കും. ഒരു പ്രത്യേകതരം ഫീലാണ് ഇവിടെ. തായ്ലൻഡിലും ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ടുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. അത് മിക്കതും ബുദ്ധൻ്റെ റിലേറ്റഡ് ടെമ്പിൾ ആണെങ്കിലും ഇതും ഏകദേശം ആ ഒരു ടൈപ്പിൽ. പക്ഷേ ഡ്രസ്സിനൊന്നും വലിയ റെസ്ട്രിക്ഷൻ ഇല്ല. അവരവിടെ പിക്ചേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഓക്കെയാണ്. ഞാനൊരു മിനി സ്കേർട്ടാണ്, പക്ഷേ മിനി സ്കേർട്ടിന് വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ബാക്കപ്പായിട്ടൊരു ലോങ് സ്കേർട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല. അപ്പം ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല ഭംഗിയാണ്.
നമ്മുടെ നാട്ടിലെ പണ്ടത്തെ തറവാടിന്റെ ഒക്കെ ഒരു മോഡൽ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ബാക്കിൽ. പക്ഷെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചൈനീസ് ടെമ്പിളാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പുത്രജയ ലേക്കിലേക്കാണ് പോണേ. ഇവിടുന്ന് 1 hour ഉണ്ട്. അതേ ടാക്സിയിൽ കയറാണ്. അത് സ്പ്രിംഗ് അല്ലേ? ഏട്ടനിപ്പോ ആരും ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞു മുതുക്കി കിടന്ന് എന്ന് പറഞ്ഞേ. ഇതിപ്പോ അമ്മയും കൂടെ ആടിനോണ്ടൊന്നും പറയാറില്ല അല്ലേ? എനിക്ക് ട്രോളാൻ എനിക്ക് വേറെ ആരുടെ സഹായം വേണ്ട. ഞാൻ എന്നെ തന്നെ ട്രോളുന്നു. മമ്മിയുടെ സ്പീഡ് പറഞ്ഞില്ല. സ്പീഡ് കൂട്ട്. അധികം സ്പീഡ് കൂട്ടിയപ്പോ 2 ആള് നടക്കാനുള്ളതാ. അതൊക്കെ നല്ല ഇതില് പോട്ടെ. സൗണ്ട് കേക്കണ്ടല്ലോ. കയ്യിലാടാ കയ്യിലോ കൈ അങ്ങനെ വെച്ചിരുന്നത്. ഞങ്ങളിതാ പുത്രജയ ബ്രിഡ്ജിലെത്തി. ഈ ഒരു ബ്രിഡ്ജിൽ നൈറ്റ് വ്യൂ കാണാൻ വന്നതാണ്. പക്ഷെ ഇരുട്ടായിട്ടില്ല. ഓൾറെഡി 7:30 കഴിഞ്ഞു, എന്നിട്ടും ഇരുട്ടായിട്ടില്ല. സോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പം തന്നെ പോകും. പുത്രജയിലുള്ള ഈ ബ്രിഡ്ജിലാണ് ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടന്നിരിക്കുന്നത്, ഹിന്ദിയിലും തമിഴിലൊക്കെ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മിയിലുള്ള ഒരു പാട്ട് അയ്യോ അയ്യോ എന്ന് പറയുന്ന പാട്ടിൽ അസനും ജയം രവിയും കൂടെ ഡാൻസ് ചെയ്യുന്നത് ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതെനിക്കിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കാറിലിരുന്ന്. അപ്പോഴാണ് അറിയുന്നത് ഓക്കെ ഇതൊക്കെ ഇവിടെ ആയിരുന്നു അല്ലേ എന്ന്. ഞങ്ങളിപ്പോൾ വീണ്ടും പെട്രോണാസ് ടവറിലെത്തി. കാരണം ഇവിടുത്തെ നൈറ്റ് വ്യൂവും കൂടെ കാണണമല്ലോ. നമ്മൾ പകൽ മാത്രം കണ്ടിട്ട് അതിൻ്റെ ഭംഗി അറിഞ്ഞാൽ പോരല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതാ വീണ്ടും എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫൗണ്ടെയിൻ ഷോ കാണാൻ പോയി. ഞങ്ങൾ പോയ സമയത്ത് ഫൗണ്ടെയിൻ വിത്ത് മ്യൂസിക് ആയിരുന്നു. പക്ഷെ ചില സമയത്ത് മ്യൂസിക് ഉണ്ടാവാറില്ല. അപ്പോൾ അതിൻ്റെ ടൈമിങ് ഞാനിവിടെ ചെയ്ത് കൊടുക്കും. കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ രാത്രിത്തെ ഈ ഒരു വ്യൂ മിസ്സാക്കല്ലേ. ഫൗണ്ടെയിൻ ഷോ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ റോഡ് മൊത്തം തിരക്കായിരുന്നു. എല്ലാവരും ടവറിന്റെ നൈറ്റ് വ്യൂയിലുള്ള ഫോട്ടോ എടുക്കാനായിരുന്നു ഇത്രയും തിരക്ക്. ടവറിന്റെ ഫുൾ വ്യൂവിലുള്ള ഫോട്ടോ കിട്ടണമെങ്കിൽ ഒന്നിലെ ഗാർഡനിൽ പോയിട്ട് എടുക്കുക, അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ശേഷം സിഗ്നലിൽ അവിടെ നിന്ന് എടുത്താലും കറക്റ്റ് ആയിട്ട് കിട്ടും. ദാ ഇതുപോലെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.